അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫിൽ ഖാമിസ്. പ്രിയ കുട്ടികളെ, നമ്മൾ റയ്യാനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അവൻ്റെ നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി പേജ് നമ്പർ 14 നുഇദു നമുക്ക് തയ്യാറാക്കാം റിസാലത്തൻ ഖസീറ എന്ന് പറഞ്ഞാൽ ഷോർട്ട് മെസ്സേജ് SMS-നെ ലിതഹിനി എത്തി റയ്യാനെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഏതാനും ഷോർട്ട് മെസ്സേജുകൾ തയ്യാറാക്കാം. ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നോക്കൂ, റയ്യാൻ അൻത നെജ്മുനൽ യൗം, ഇന്നത്തെ നെജ്മ് സ്റ്റാർ നക്ഷത്രമാണ് എന്ന് പറയണം. അതേപോലെ ത്വാലിബുൻ മിസാലിയുൻ, അവനൊരു മോഡലാണ്, മാതൃകയാണ്, സ്റ്റുഡൻറ്റിനുള്ള ഒരു മാതൃകയാണ് അവന്. മുംതാസ്, അവൻ എക്സലൻ്റ് ആണ്. ബാറക്കല്ലാഹു ഫീക, നിന്നല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. ഇതൊക്കെ വെച്ചിട്ട് റയ്യാനെ പുകഴ്ത്തി കൊണ്ട് ഷോർട്ട് മെസ്സേജ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് 1 അവിടെ തന്നെ ഉണ്ട്. ഇനി ബാക്കിയുള്ള 3 അവിടെ ഫില്ല് ചെയ്യാനാണ്. നമുക്ക് എന്ത് എഴുതാം? അൻത ത്വാലിബുൻ മുംതാസുൻ, നീ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ത്വാലിബ് സ്റ്റുഡൻ്റ് ആണ്. അൻത ഖുറത്തു ഐനിന, ഞങ്ങൾക്ക് ഒരു കൺകുളിർമയാണ് നീ. അൻത ത്വാലിബുൻ മിസാലിയുൻ, നീ ഒരു മോഡൽ സ്റ്റുഡൻ്റ് ആണ്. ബാറക്കല്ലാഹു ഫീക, നിന്നിൽ അല്ലാഹു അനുഗ്രഹം ചൊരിയട്ടെ. ഞങ്ങൾ മറക്കുകയില്ല ജുഹ്ദക അബദൻ, ഒരിക്കലും ജുഹ്ദക, നിന്റെ പരിശ്രമം ഞങ്ങൾ മറക്കുകയില്ല. അങ്ങനെ വേറെയും ഷോർട്ട് മെസ്സേജുകൾ നിങ്ങൾ എഴുതി നോക്കുക. അടുത്തത് ഹുറൂഫുൽ ജറിൻ്റെ ഹർഫുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ധാരാളം ജറിൻ്റെ ഹർഫുകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് മിൻ, അൻ, മിൻ, ഇല, അൻ, അല, ഫി, ബി, ലി. ഇവിടെ അർത്ഥം നോക്കൂ. മിൻ എന്ന് പറഞ്ഞാൽ 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. മിൻ മുതൽ, ഫ്രം എന്ന അർത്ഥത്തിലും, നിന്ന് എന്നുള്ള അർത്ഥത്തിലും, മുതൽ എന്ന അർത്ഥത്തിൽ 2 അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക്, ടു, വരെ എന്ന അർത്ഥത്തിലും ലേക്ക് എന്ന അർത്ഥത്തിൽ 2 അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അല എന്ന് പറഞ്ഞാൽ മുകളിൽ, ഓൺ. അതുപോലെ തന്നെ അൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറിച്ച്, സംബന്ധിച്ച് എന്ന അർത്ഥത്തിലാണ്. എബൌട്ട്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് എന്ന അർത്ഥത്തിലാണ്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നും, ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്ന അർത്ഥത്തിലാണ്. ഇവക്ക് ശേഷം ഈ ഹുറൂഫുൽ ജർ ചെയ്യപ്പെടുന്ന ഹർഫുകൾക്ക് ശേഷം വരുന്ന ഇസ്മിന് എപ്പോഴും ജറായിരിക്കും. ഇനി നമുക്ക് നോക്കാം. നുലാഹിലുൽ കലിമാത്തിൽ മുലവ്വന, നമുക്ക് മുലവ്വന കളർ കൊടുക്കപ്പെട്ടിട്ടുള്ള കെലിമാത്ത് വേർഡ്സുകളെ നമുക്ക് നിരീക്ഷിക്കാം. വന തഅറഫു, നമുക്ക് അവയെ പരിചയപ്പെടാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ജറിൻ്റെ ഹർഫിൽപ്പെട്ടതാണ് അല, മുകളിൽ, ഇല, ലേക്ക്, ഫി എന്ന് പറഞ്ഞാൽ ഇൽ, മിൻ, നിന്ന് എന്ന അർത്ഥത്തിലാണ്. നമുക്കതിൻ്റെ സെൻറ്റൻസിൻ്റെ അർത്ഥം നോക്കാം. അല തോവിലെത്തി, മേശയുടെ മുകളിലുണ്ട്. ടേബിളിൻ്റെ മുകളിൽ എന്താണുള്ളത്? കിതാബുൻ, ഒരു ബുക്കുണ്ട്. അടുത്തത് തദ്ഹബു ത്വാലിബത്തു, തദ്ഹബു ത്വാലിബത്ത് പോകുന്നു. എവിടേക്കാണ് പോകുന്നത്? വിദ്യാർത്ഥിനി പോകുന്നത് ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിലുണ്ട്. എന്താണുള്ളത്? അസ്ഹാറുൻ, ധാരാളം പൂക്കളുണ്ട്. യർജി ഉൽ വാലിദു, ഉപ്പ മടങ്ങുന്നു. മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നാണ് ഉപ്പ മടങ്ങുന്നത്. ഈ ഹർഫുകൾ, ഹുറൂഫുൽ ജറുകളുടെ അർത്ഥങ്ങൾ ബൈഹാർട്ടാക്കുക. ഇനി നിങ്ങൾക്ക് പ്രവർത്തനമായിട്ട് വരുന്നത് നുറാജി ഉന്നസ ടെക്സ്റ്റിലേക്ക് നമുക്ക് മടങ്ങണം. ആ പാരഗ്രാഫിൽ നിന്ന് വനഖ്താറു മിൻഹ, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തണം. നമ്മൾ റയ്യാൻ്റെ പാഠം പഠിച്ചില്ലേ? അതിൽ നിന്ന് എന്താണ് കണ്ടെത്തേണ്ടത്? ഹുറൂഫൽ ജറിൻ്റെ ഹർഫുകൾ കണ്ടെത്തണം. വൽ അസ്മാ അൽ മജ്റൂറ, ചെറിയപ്പെട്ടിട്ടുള്ള ഇസ്മുകളും 2 കണ്ടെത്തി എഴുതാനാണ് 2 കോളം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റിലെ ഹർഫുൽ ജറിൻ്റെ ഹർഫുകൾ എഴുതുക. അൽ ഇസ്മുൽ മജ്റൂർ, ചെയ്യപ്പെട്ടിട്ടുള്ള.
ഇസ്മുകളെ അവിടെ ആ കോളത്തിലും എഴുതണം. ഒരു ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്. ഇല എന്നത് ജെറിൻ്റെ ഹർഫാണ്. അതിൻ്റെ കൂടെ വന്ന ഇസ്മാണ് ബൈത്തിഹി. ബൈത്തി എന്ന് കൊടുത്തിരിക്കുന്നു. തീ എന്ന് വരാൻ എന്താ കാരണം? ബൈത്തിഹി എന്ന് വരാൻ എന്താണ് കാരണം? ജെറിൻ്റെ ഹർഫ് വന്നത് കൊണ്ടാണ്. അതുപോലെ മാ ഉൻ സോഫിൻ എന്ന ഈ പാഠഭാഗത്ത് ധാരാളം ജെറിൻ്റെ ഹർഫുകൾ വന്നിട്ടുണ്ട്. മിൻ മുദല്ലിസതിഹി, അതുപോലെ അൻ അത്ഫാലിൻ ലിഷുർബി ഫി അഫ്രീക്കിയ മിനസ്ഫിഓരി, അങ്ങനെ ധാരാളം വന്നിട്ടുണ്ട്. ഇല മക്തബിൽ ജംഇയ്യത്തിൽ ഖൈരിയ, ജംഇയ്യത്തി ഇല മക്തബി എന്ന് കണ്ടില്ലേ? അതേപോലെ ഇനിയും കുറേ വന്നിട്ടുണ്ട്. ഇല അൽഫി. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊക്കെ ആ 2 കോളങ്ങളിൽ കണ്ടെത്തി എഴുതുക. അടുത്തത് പേജ് നമ്പർ 16 നുലാഹിലുസൂറ, പിക്ചർ നമുക്ക് നിരീക്ഷിക്കാം. വനുകമ്മിലുൽ ജുംല, സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ബി ഇസ്തിഖ്ദാമിൽ ഹുറൂഫി മിനൽ മുറബ്ബഇ, സ്ക്വയറിൽ കൊടുത്തിട്ടുള്ള ഈ ചതുരത്തിൽ കൊടുത്തിട്ടുള്ള ഹർഫുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ജുംലകൾ ഫില്ല് ചെയ്യണം. ഈ ജെറിൻ്റെ ഹർഫുകൾ എവിടെയാണോ യോജിക്കുന്നത് അവിടെ വെച്ച് കൊടുക്കുക. ഒരു മിസാല് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം എന്താണ്? അല ഷജറത്തി, ട്രീയുടെ മരത്തിൻ്റെ മുകളിലുണ്ട്. ഹുഷുൻ, ഒരു കൂടുണ്ട്. അവിടെ അലയാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കൂ, അസ്സമക്കു ഫിഷ് ഡാഷ് അൽമാഇ, വെള്ളം വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ ഇൽ എന്ന ജെറിൻ്റെ ഹർഫിൻ്റെ അർത്ഥം വരുന്നത് ഏതാണ്? ഫി എന്നാണ്. അൽ കിതാബു, ബുക്ക് ഡാഷ് അത്തോവിലെത്തി, മേശയുടെ മുകളിൽ എന്ന് പറയാൻ ഏതാണ് ഉപയോഗിക്കുക? അല. അതേപോലെ തെർജി ഉത്തോലിബത്തു, സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥിനി മടങ്ങുകയാണ്. ഡാഷ് അൽ മദ്രസത്തി, സ്കൂളിൽ നിന്ന് എന്ന് പറയാൻ മിൻ എന്നതാണ് ഉപയോഗിക്കുക. പിന്നെ യദ്ഹബുൽ വലതു, കുട്ടി പോകുന്നു. ഡാഷ് അൽ മൈദാൻ, എവിടേക്കാണ്? ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇലൽ മൈദാനി, ഇല എന്ന് വെച്ച് കൊടുക്കുക. ഇനി പേജ് നമ്പർ 18 നുമാരിസുൽ ഖത്ത്, ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ട് അവിടെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മുകളിൽ വരണം, ഏതൊക്കെ താഴെ വരണം, അത് നിങ്ങൾ കുറേ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ എഴുതി നോക്കി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് നല്ല ഇതാക്കി തീർക്കുക. ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ചത് എന്താണ്? ജെറിൻ്റെ ഹർഫുകൾ, അതേപോലെ റിസാലത്തുൻ ഖസീറ, ഷോർട്ട് മെസ്സേജുകളാണ്. ഇവ നന്നായി നിങ്ങൾ അർത്ഥസഹിതം പഠിക്കുക. ഇനിയും ധാരാളം ജെറിൻ്റെ ഹർഫുകൾ കണ്ടെത്തുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വബാക്കി അസ്സഫുൽ ഖാദിം മഅസ്സലാമ. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.